ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാവരും കണ്ടായിരുന്നോ? ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക കേട്ടോ. കാരണം ഓരോ വീഡിയോസും നമുക്ക് ഡെയിലി റൊട്ടീനിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡൗട്ട് അല്ലെങ്കിൽ ആരുടെ ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നതെന്നല്ലേ. കാരണം എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ഞാൻ സ്കിൻ കെയർ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചിലവർക്ക് അത് 15 വയസ്സോ 16 വയസ്സോ ആണെന്നല്ല, 20 വയസ്സായാലും 30 വയസ്സായാലും 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞിട്ടും സ്കിൻ കെയർ ചെയ്യാത്ത എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ, അപ്പം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇത്രയും പ്രായമായി. ഇപ്പോൾ എന്നോട് എനിക്ക് 1-2 കോൾസൊക്കെ വന്നായിരുന്നു. കാരണം അത് ചോദിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. 50-55 വയസ്സായി, ഇനിയൊക്കെ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആവുമോ നമ്മളുടെ സ്കിന്നിന്? അപ്പോൾ ഇനി ഞാൻ അഥവാ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം കൂടിയാണ്. കാരണം അങ്ങനെ ഇതുവരെ ഒന്നും ചെയ്യാത്തവരുണ്ടാവും. പക്ഷേ അതിൻ്റെ റീസൺ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, കൂടുതലും പേർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ് ഇല്ല എന്നുള്ളതാണ്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ, നമ്മളിതൊക്കെ എത്രത്തോളം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആക്ച്വലി ഒരു അറിയുന്നില്ല, അവെയർനെസ് ഇല്ല. അപ്പം അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഓരോ അറിവും ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെങ്കിലും ചെയ്യണം. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യണം എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു 35 വയസ്സോ അല്ലെങ്കിൽ 45 വയസ്സോ ആയിന്നിരിക്കട്ടെ, ഈവൺ 55 വയസ്സ് വേണമെങ്കിൽ ആയിക്കോട്ടെ, 60 വയസ്സായിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഇത്രയും പ്രായം ആയല്ലോ എന്നാൽ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. എപ്പോഴാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമാണല്ലോ നമ്മൾ നന്നായി കാണണം, നന്നായി ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമുക്ക് ഇനി ഇത്രയും സമയം പോയി ഇനി നമ്മൾ ചെയ്തിട്ട കാര്യമില്ലല്ലോ എന്ന് ഡെസ്പെടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമ്മൾ തുടങ്ങാം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഒരുപാട് ബ്യൂട്ടി അവയർനെസ് ഉണ്ടാവും. സോ ഫുള്ളും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇപ്പോഴും നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സ്കിൻ ടൈപ്പ്. നമ്മൾ സ്കിൻ കെയർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു ബേസിക് ആയിട്ടുള്ള, വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയറിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഓയിലി ആയിരിക്കാം, ഡ്രൈ ആയിരിക്കാം, കോമ്പിനേഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്കിൻ എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സാധാരണ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങി വരേണ്ട പോലെ ഇരിക്കും അല്ലേ, ഭയങ്കര റഫായിരിക്കും, എപ്പോഴും സ്കിൻ പരപരാന്നിരിക്കും. നമ്മൾ പറഞ്ഞിങ്ങനെ വിള്ളൽ പോലെയൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ ടൈപ്പിലായിരിക്കും. അത് നല്ല ഓവർ ഡ്രൈ ആണ് അങ്ങനെ വരുന്ന സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്കറിയാം, എപ്പോഴും സെബം പ്രൊഡക്ഷൻ ആവശ്യത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്കിൻ ടൈപ്പിനെയാണ് നമ്മൾ ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എന്താണ് ആവശ്യത്തിൽ കൂടുതൽ സെബം ഉൽപ്പാദനം സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ആഗ്നെ, നമ്മൾ ചെറിയ പിള്ളേരൊക്കെ, അത് ടീനേജ് പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ആഗ്നെ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എപ്പോഴെപ്പോഴും സെബം അല്ലെങ്കിൽ ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഡള്ളാവും. ഓയിലി സ്കിൻ എപ്പോഴും കുറച്ച് ഡള്ളും ഡസ്കിയും ആയിരിക്കും.
എപ്പോഴും എന്താ പറയുക, ചിലവർ പറയും നമ്മൾ ഹെയറിലൊന്നും ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, ബട്ട് എൻ്റെ ഫേസ് ഒരുമാതിരി ഓയിൽ പോലെ ഒഴുകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു, അഥവാ ഇനി എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് പുറത്തിറങ്ങിയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അത് നിങ്ങളുടെ സ്കിൻ ഓയിലി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഫോർഹെഡ്, നോസ് ആൻഡ് ചിൻ ഈ ഒരു ഏരിയയൊക്കെ ഒരു ലൈറ്റായിട്ടൊരു ഓയിലിയും ദെൻ നമ്മളുടെ ഫേഷ്യൽ ഏരിയ നോർമൽ ടു ഡ്രൈയും ആയിരിക്കാം. അങ്ങനെ രണ്ടും മിക്സ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ കോമ്പിനേഷൻ സ്കിന്നിൽ കാണപ്പെടുന്നത്. ചില സമയത്ത് തിരിച്ചും ആയിരിക്കാം, ഈ ഒരു ഏരിയയിൽ കുറച്ച് ഓയിലിയും നമുക്ക് ഈ ഇവിടെ എല്ലാം ഇച്ചിരി ഡ്രൈനെസ്സും ഉണ്ട്. എങ്ങനെ വന്നാലും ഇങ്ങനെ മിക്സ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ സ്കിന്നാണെന്ന് പറയാം. ഇനി നമുക്കതുപോലെ തന്നെ നോർമൽ സ്കിന്നാണെങ്കിലോ എങ്ങനെയായിരിക്കും? നോർമൽ സ്കിൻ എന്ന് പറയുന്നത് 100% ഓയിൽനെസ്സും ഡ്രൈനെസ്സും ഈക്വലായിട്ട് ഈവണായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന സ്കിന്നിനെയാണ് നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താ ഭയങ്കര ഓയിലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഭയങ്കര ഡ്രൈനെസ് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ സെയിം ഇതിൽ ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന സ്കിന്നിനെ നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ സ്കിൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഇനി അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു പാർലറിലോ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്തും മനസ്സിലാക്കാം. ഇനി അതിനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്കിൻ അനലൈസർ മേടിക്കാം. നമുക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും സ്കിൻ അനലൈസർ. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫേസ് വാഷ്, ഇപ്പോൾ നിങ്ങൾ സോപ്പാണ് യൂസ് ചെയ്യുന്ന, സോപ്പ് ഇപ്പോഴും ഫേസിലേക്ക് സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന ഈ മൊമെൻറ്റിൽ സോപ്പ് പ്ലീസ് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലായോ? ഈ ഒരു സെക്കൻഡ് മുതൽ നിങ്ങളുടെ വീട്ടിൽ ഫേസ് സോപ്പ് വേണ്ട. ഈവൻ നമുക്ക് ബോഡിക്കാണെങ്കിൽ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷവർ ജെൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ പോലും ഫേസിലേക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടും കൂടിയാണ് ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കെമിക്കൽ നമ്മൾ ഫേസിലേക്ക് കൊടുക്കരുത്. സോപ്പ് മാക്സിമം ഈ സ്പോട്ടിൽ തന്നെ സോപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഫേസ് വാഷ് ചൂസ് ചെയ്യാം. ഫേസ് വാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് എടുക്കാം. ഓക്കെ, അത് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട്, കാരണം ഇത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ എന്താ പറയുക ക്ലെൻസിങ്ങിനും ക്ലെൻസർ ടോണറൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം. സോപ്പ് മാറ്റിയിട്ട് ഫേസ് വാഷിലേക്ക് വരിക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് മോയ്സ്ചറൈസർ. നിർബന്ധമായിട്ടും ഓരോരുത്തരും എടുക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ മോയ്സ്ചറൈസറാണ്. നമ്മളെപ്പോഴും നമ്മളെ ഹെൽത്തി ആയിട്ട്, നമ്മളെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ എടുക്കുന്നത് അതുപോലെ നമ്മളുടെ സ്കിന്നിൻ്റെ ഏറ്റവും ബേസിക് നീഡാണ് മോയ്സ്ചർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഓരോരുത്തരും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് ജെൽ ബേസ്ഡ്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. ഒരിക്കലും ഓയിലി ആയിട്ടുള്ളത് എടുക്കരുത്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഷോപ്സിൽ കിട്ടും, സോ അത് മേടിക്കുക. അതുപോലെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, കുറച്ചും കൂടെ നല്ല ഡ്രൈ ആണെന്നുള്ളവർ നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതോ കുറച്ചും കൂടെ, അതായത് ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം ഫോർ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ. നോർമൽ സ്കിന്നുകാർക്ക് വലിയ കുഴപ്പമില്ല. അവർക്ക് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ഓയിലി നമുക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി റിസൾട്ട് കൂടുതൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനായതുകൊണ്ട് നമുക്ക് നോർമൽ സ്കിന്നാണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആദ്യം സ്കിന്നിനെ മനസ്സിലാക്കിക്കൊണ്ട് എടുക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ, നിങ്ങൾ ഫേസ് വാഷ്, ദെൻ ആഫ്റ്റർ സൺസ്ക്രീൻ എന്ന് പറയണത് ബേസിക് നീഡാണ്.
മനസ്സിലായോ? പുറത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. ഓക്കെ, അത് നിങ്ങൾ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബട്ട് എന്നാലും ഇനി അതല്ല, നിങ്ങൾ പുറത്ത് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ എടുക്കുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും ആദ്യമായിട്ട് സ്കിൻ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഏത് പ്രായത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് പ്രായം മീൻസ് നിങ്ങളൊരു 40 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ബേസിക് സ്കിൻ റൊട്ടീനാണ്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് പിന്നീട് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിലേക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് റിപ്പയറിങ് പ്രൊഡക്റ്റും അതിൻ്റെ കൂടെ ആവശ്യമുള്ള സിറം കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബട്ട് സ്കിന്നിലേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് കൊടുക്കുക, പതുക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ബേസിക്കായിട്ട് നൈറ്റ് റൊട്ടീൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പക്ഷേ ഫേസ് വാഷിൻ്റെ ഒപ്പം ക്ലെൻസറും കൂടെ യൂസ് ചെയ്യണത് കുറച്ചും കൂടെ നല്ലതാണ്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നാലും സൂപ്പർബായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മോയ്സ്ചറൈസർ മാത്രം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ലെൻസർ ഓർ ഫേസ് വാഷ് ദെൻ മോയ്സ്ചറൈസർ, ഇത് മാത്രം മതി. നമുക്ക് രാത്രി ആയതുകൊണ്ട് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബേസിക് റൊട്ടീൻ ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ഏജ് ആണെങ്കിലും. സോ അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഞാൻ എൻ്റെ സ്കിന്നിന് ഞാൻ ഒന്നും ചെയ്യാറില്ല എന്ന് പറയുന്നത് വലിയ അഭിമാനമൊന്നും അല്ല. ബിക്കോസ് ചിലവർ പറയാറുണ്ട് ഞാൻ ഇതുവരെ ഒന്നുമേ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ സ്കിൻ. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം, ഭയങ്കര ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളത്. ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഇല്ല. സോ അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്കിന്നിനോട് ചെയ്യേണ്ട ഒരു എന്താ പറയുക, എന്തോ പറയുമല്ലോ, സോ എന്നില്ലാവട്ടെ. അപ്പോൾ സ്കിന്നിനോട് ചെയ്യേണ്ട ഒരു നീതിയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതുപോലെ വിചാരിച്ചാൽ നമ്മൾ ചെയ്യണം, നമ്മുടെ കടമയാണ്. അത് നമ്മൾ ചെയ്തേ പറ്റും. നമ്മൾ സ്കിൻ എപ്പോഴും, നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ എല്ലാം ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാം കൂടെ ഹെൽത്ത് വൈസും എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം എന്താ വേണ്ടത്, എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ഡൗട്ട്, കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.